അബുദാബിയിലെ ക്ഷേത്രം ഇന്ന് ഭക്തർക്കായി സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കും. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ രാവിലെ നടന്നു. മഹൻ സ്വാമി മഹാരാജിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി സംസാരിക്കും. ഉച്ചകോടിയിൽ ഭാരതം അതിഥി രാഷ്ട്രമാണ്. വിവരങ്ങളുമായി ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുകയാണ്. ഷിൻസ്, പ്രവാസലോകം ഭക്തസമൂഹം കാത്തിരിക്കുകയാണ് ഈ ക്ഷേത്ര സമർപ്പണത്തിനായി. എത്ര മണിക്കാണ് ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവാസ ലോകത്തിന് സമർപ്പിക്കുക? മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, പ്രവാസികൾ ഏറെ സ്വപ്നവും പ്രതീക്ഷയുമായി കാത്തിരുന്ന ക്ഷേത്രത്തിന്റെ സമർപ്പണം പ്രാദേശിക സമയം 4:30-ക്കാണ് നടക്കുക. ഏകദേശം ഇന്ത്യൻ സമയം 6 മണിക്കായിരിക്കും സമർപ്പണ ചടങ്ങ് ആരംഭിക്കുക. പ്രവാസികൾ വളരെ കാലമായി പ്രതീക്ഷയോടെ കാത്തിരുന്ന 2015 നരേന്ദ്രമോദിയുടെ ആദ്യ UAE സന്ദർശനത്തിലാണ് ക്ഷേത്രത്തിന്റെ സ്ഥലം അനുവദിക്കുന്നത്. അന്നു മുതൽ എല്ലാ ക്ഷേത്രത്തിന്റെ ഓരോ നിർമ്മാണ ഘട്ടങ്ങളിലും ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട അത് അവരുടെ ആ പ്രതീക്ഷയോടെ നോക്കിയ സ്വപ്നത്തിന് ഇന്ന് ഒരു സ്വപ്ന സാഫല്യമാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു കാവിനീതി പോലെ തന്നെ നരേന്ദ്രമോദിയായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നരേന്ദ്രമോദിയുടെ ആദ്യ UAE സന്ദർശനത്തിലാണ് ക്ഷേത്രത്തിന്റെ സ്ഥലം അനുവദിക്കുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് ക്ഷേത്രത്തിന്റെ ഭൂമി പൂജ ചടങ്ങിലടക്കം എല്ലാ ഓരോ നിർമ്മാണ ഘട്ടത്തിൽ ഓരോ സമയത്തും നരേന്ദ്രമോദിയുടെ കൃത്യമായ നിർദ്ദേശവും വീക്ഷണവും ഉണ്ടായിരുന്നു. അത് കാവിനീതി പോലെ തന്നെ അതിന്റെ ഉദ്ഘാടനത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രം ഭക്തർക്കായി സമർപ്പിക്കുന്ന ചടങ്ങിൽ നരേന്ദ്രമോദി തന്നെയാണ് പങ്കെടുക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഇന്ന് രാവിലെ കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നരേന്ദ്രമോദി പങ്കെടുക്കുന്ന സമർപ്പണ ചടങ്ങാണ്. ഇതോടൊപ്പം തന്നെ ഇന്ന് ലോക സർക്കാർ ഉച്ചകോടി ദുബായിൽ നടക്കുകയാണ്. ദുബായ് മദീനത്തുൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇന്ത്യയാണ് ലോക സർക്കാർ ഉച്ചകോടിയുടെ ഒരു അതിഥി രാജ്യം. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്താണ് നരേന്ദ്രമോദി സംസാരിക്കാൻ പോകുന്ന ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. 50-ലേറെ ലോക നേതാക്കൾ ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായി നരേന്ദ്രമോദി ലോക സർക്കാർ ഉച്ചകോടി വേദിയിൽ വെച്ച് സംസാരിക്കും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവം, ഒരു ചരിത്ര നിമിഷം ഇന്നലെ കഴിഞ്ഞിരുന്നു. പ്രവാസ ലോകത്ത് ഏറ്റവും വലിയ സമ്മേളനമായ അഹ്ലൻ മോദി സമ്മേളനം ഇന്നലെ കഴിഞ്ഞു. ഏകദേശം 10,000-ങ്ങളാണ് നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണാനായി UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിയത്. ഒരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു സുരേഷ് ഇന്നലെ സംഭവിച്ചത്. അതിന് പ്രധാനപ്പെട്ട ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു ഏതാനും മണിക്കൂറുകൾക്കകം അറബ് ലോകത്ത് പ്രവാസ ലോകത്ത് ഏറ്റവും വലിയ ക്ഷേത്രം ഭക്തർക്കായി സമർപ്പിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭക്തർക്കായി ഇന്ന് സമർപ്പിക്കുമെങ്കിലും ഫെബ്രുവരി 18 മുതലാണ് ഭക്തരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുക. നേരത്തെ രജിസ്റ്റർ ചെയ്ത ഭക്തരെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുക. മാർച്ച് 1 മുതൽ സാധാരണഗതിയിൽ എല്ലാ ഭക്തർക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കും. അപ്പോൾ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അത്ഭുത നിർമ്മിതിയാണ്. പൂർണ്ണമായി ശിലകൾക്കുള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം 27 ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പുണ്യനദികളായ ഗംഗ, യമുന, സരസ്വതി എന്നിവയുടെ പ്രതീകാത്മകമായി ആവിഷ്കരിച്ചിരിക്കുന്നതിന്റെ നടുവിലാണ് ക്ഷേത്രം നിൽക്കുന്നത്. പുരാതന ഭാരതീയ ക്ഷേത്രങ്ങൾ പോലെ തന്നെയാണ് നിർമ്മാണം. ഏറെ അപ്പോൾ പ്രവാസികളുടെ സ്വപ്നവും പ്രതീക്ഷയും ഇന്ന് സഫലമാകും സുരേഷ്. ഷിൻസ് പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സന്തോഷത്തോടെയും ഒപ്പം അഭിമാനത്തോടെയുമാണ് പ്രവാസ ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നതിലെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം തന്നെ ചരിത്രപരമായ ഒരു സംഭവം തന്നെയാണ്. കാരണം അത്രയും ഹൃദ്യമായ ഒരു സ്വീകാര്യതയാണ്, വരവേൽപ്പ് തന്നെയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യം നൽകിയത്. ഇപ്പോൾ ക്ഷേത്രം സമർപ്പിക്കപ്പെടുമ്പോൾ അത് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം, ഗൾഫിലെ പ്രവാസി ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം അഭിമാനം നൽകുന്ന, അതിലുപരി സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണല്ലേ? എന്താ പറയുക, അറബ് ലോകത്ത് ഇത്രയും വലിയ ക്ഷേത്രം, അത് ഇന്ത്യക്ക് വെളിയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നെന്ന് പറയാം. അതുപോലെ ക്ഷേത്രം നിർമ്മിക്കുന്നു, അത് ഭക്തർക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റുന്നു. അപ്പോൾ അവരുടെ ആധ്യാത്മിക ജീവിതത്തിനും കൂടി ഇവിടെ ഒരു സ്വീകാര്യത ലഭിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് സുരേഷ്. അതായത് നമ്മൾ 35 ലക്ഷത്തിലേറെ പ്രവാസികൾ UAE തന്നെയുണ്ട്. അപ്പൊ അവർക്ക് അതിൽ ഹിന്ദുമത വിശ്വാസികൾ ഏറെയുണ്ട്. അവർക്ക് അങ്ങോട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു സൗകര്യം, നേരത്തെ നിരവധി ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇതൊരു പുരാതന ഭാരതീയ ക്ഷേത്ര ശൈലിയിലുള്ളൊരു ക്ഷേത്രം. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ അവർ പ്രാർത്ഥിക്കുന്ന സൗകര്യം കൂടി ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്തു കൊടുക്കുക. അതും കൂടെ നമ്മൾ നോക്കണം. ഒരു സഹിഷ്ണുത ഇവിടെ ഒരു കേന്ദ്രമായി UAE മാറുന്നു. UAE ഭരണാധികാരികൾ, അത്
യു എ ഭരണാധികാരികൾ നരേന്ദ്രമോദിയുമായുള്ള ഊഷ്മള ബന്ധത്തിന്റെ പുറത്താണ് ഈ ക്ഷേത്രത്തിന് സ്ഥലം അനുവദിക്കുന്നത്. അത് മനസ്സിലാക്കണം. 34 വർഷത്തിന് ശേഷം ഒരു ഭാരതത്തിന്റെ പ്രധാനമന്ത്രി യു എയിൽ എത്തുന്നു. യു എയിൽ എത്തുന്ന നരേന്ദ്രമോദി നരേന്ദ്രമോദി തിരിച്ചു പോകുന്നതിന് മുന്നേ തന്നെ യു എ ഭരണാധികാരികൾ ക്ഷേത്രത്തിന് സ്ഥലം അനുവദിക്കുന്നു. അപ്പോൾ പ്രവാസികളുടെ സ്വപ്നവും പ്രതീക്ഷയും അവിടെയാണ് സഫലമാകുന്നത്. നരേന്ദ്രമോദി എന്നൊരു ഭരണാധികാരികൾക്ക് യു എയിലെ ഭരണാധികാരികളുമായുള്ള ബന്ധം, അതാണ് ശരിക്കും പറഞ്ഞ ക്ഷേത്രത്തിന്റെ ആദ്യത്തെ ശില. അവിടെ നിന്നാണ് ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഉയരുന്നത്. ഏതായാലും അബുദാബിയിലെ ക്ഷേത്രം ഇന്ന് ഭക്തർക്കായി സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കും. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ രാവിലെ നടന്നു. ഷിൻ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ നൽകിയത്.